നമസ്കാരം, ടിക്ടോക്കിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ പോലീസ് മൈതാനിലുള്ള എൻ്റെ കേരളം നമ്പർ 1 എന്ന പ്രത്യേക പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റാളിലാണ്. അപ്പോൾ സ്റ്റാളിൽ ഒരുപാട് പേര് വന്നിട്ട് കാഴ്ചകൾ കാണുന്നത് വളരെ വിജ്ഞാനപ്രദമായ വിനോദപ്രദമായ വിജ്ഞാനം വിനോദം സമന്വയിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ സ്റ്റാൾസാണ്. അത് നമ്മുടെ പ്രേക്ഷകർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇവിടെ തന്നെ ചിത്രീകരിച്ചത്. ടിക്ടോക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ റെഡിയാണ്. കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ച് കുറച്ച് പേർക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. യെസ്. അപ്പോൾ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് 2 പേര് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ സ്റ്റാളിൽ നിന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്താണ് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പൊക്കിയത്. ഓക്കെ, പേര് പറയും. ലത. രമ. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്? ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരാണ്. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരാണ്. പയ്യന്നൂർ ബ്ലോക്കിന്റെ കീഴിലെ ദേശീയ സമ്പാദ്യ പദ്ധതി. രമ. ലത. അപ്പം ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ്റെ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിനാണ്. ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു തരും. ഫോട്ടോ കൊണ്ടിൽ ആരാണെന്ന് പറയണം. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഫോട്ടോ കാണിച്ചു തരട്ടെ. ഞാൻ ആദ്യം എൻ്റെ ക്യാമറയൊന്ന് ഫോട്ടോ കാണിക്കട്ടെ. ഇതാണ് ഫോട്ടോ. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. കേരളത്തിലെ വളരെ പ്രശസ്തനായൊരു ഡോക്ടറാണ്. ഒരുപാട് വ്യക്തികളെ, പ്രശസ്ത വ്യക്തികളെ വലിയ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ച വലിയൊരു ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെൻ്റ് എന്നത് സിനിമയും അതുപോലെ തന്നെ സംഗീതവും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3ാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകണം. അഥവാ നിങ്ങൾ ഇതിൽ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കളിയിൽ നിന്ന് വിട്ടുപോകണം. ഓക്കെ. സിനിമ കാണാറുണ്ട്. ഏത് സിനിമ അവസാനം കണ്ടത്? ഇത് ജയ നിങ്ങൾ തുടരും. അപ്പോൾ തുടരുവാണ് എല്ലാവരും ഇപ്പം ട്രെൻഡിങ് ആണ്, ഹിറ്റാണ്. ഓക്കെ, എങ്ങനെയുണ്ട് തുടരും? നല്ലതാണ്. മമ്മൂട്ടിയിലാണ്. നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകളെന്നും കാണും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, മോള്, ഞാൻ. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, മോൻ്റെ ഭാര്യ, ഇളയ മോൻ്റെ ഭാര്യ, കുട്ടി. പിന്നെ അവിടെ തന്നെ നിങ്ങൾ വർക്ക് ഏരിയ മൊത്തം പയ്യന്നൂർ ഭാഗങ്ങളിലാണ്? പയ്യന്നൂർ. അത് നമ്മളെ ദേശീയ സമ്പാദ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്കീമാണ്. അതിൽ പല സ്കീമുകളും ഉണ്ട്. ആർ.ഡിയുടെ സ്കീമിൻ്റെ ഏജൻറ്റുമാരാണ് നമ്മൾ. ആർ.ഡി ഏജൻ്റാണല്ലേ? എല്ലാ വീടുകളിലും നമ്മൾ ഈ സന്ദേശം എത്തിക്കുകയും അവരതിലൂടെ ചേരുകയും അത് എല്ലാ മാസവും കളക്ട് ചെയ്ത് നമ്മൾ നിശ്ചിത സമയത്തിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമല്ലേ? പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം. ആർ.ഡിയുടെ ഒരുപാട് നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നോ അല്ലേ? ഒരുപാട് പേര് ആർ.ഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. 800 പേരോളം ഉണ്ട് ജില്ലയിൽ. 800 പേരോളം ഉണ്ട്. നമ്മൾ പയ്യന്നൂർ ബ്ലോക്കിൽ തന്നെ 74 പേര് ഏജന്റുമാരുണ്ട്. ബ്ലോക്കിൽ തന്നെ വരുന്നുണ്ട് 74 പേര്. സ്ത്രീകളാണോ കൂടുതലായിട്ട്? സ്ത്രീകളിലെ മേഖലയുണ്ട്, പുരുഷന്മാരിൽ SS എന്ന് പറയുന്ന പുരുഷന്മാർ മേഖലയുണ്ട്. സ്ത്രീകളും ഉണ്ട് അതിൽ. പക്ഷെ മഹിള പ്രധാന ഏജന്റുമാർ പറയുന്നത് സ്ത്രീകൾ മാത്രമുള്ളതാണ്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. അതുമാത്രം എല്ലാ വീടുകളിലും വളരെ സജീവമായിരിക്കും. അതെ, എല്ലാം സജീവമായിട്ട്. സാധാരണ രീതിയിൽ ഓഫീസ് ഇത് നമ്മളെ സമ്പാദ്യം എന്ന് പറയുന്ന എല്ലാ സമൂഹമായിട്ട് നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെരുമാറാനും എന്തിനുള്ള ഇത് നമുക്ക് ഇത് വെച്ച് കിട്ടുന്നുണ്ട്. നമ്മളോടുള്ള സമീപം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ തന്നെയാണ് നമ്മളെയും കാണുന്നത്. അത് സത്യമാണ്. അല്ല, നമുക്ക് എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് ആർ.ഡി ഏജൻറ്റ്. ഒക്കെ നമ്മളെ കുടുംബത്തിൽ പോലെയുള്ള ഒരു ആളൊക്കെയാണ്. അങ്ങനെ വളരെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും പറഞ്ഞൊക്കെയുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഒരുപാട് സിനിമകളുടെ ബെസ്റ്റ് സംവിധായകനുള്ള അവാർഡൊക്കെ കേട്ടിട്ടില്ലേ പലതിനും? അതായത് സിനിമാ സംവിധാനത്തിൽ സംസ്ഥാന പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? രേവതിയാണോ? അറിയില്ല സർ, അറിയില്ല. സിനിമാ സംവിധാനത്തിൽ അത് ഒരു വനിതാ സംവിധായികയാണ്. ആദ്യത്തെ മികച്ച സംവിധായകക്കുള്ള അവാർഡ് നേടിയ വനിത. വരുന്നില്ല. ആലോചിച്ചിട്ട് കാര്യമില്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ചോദ്യം ചോദിച്ചു, രണ്ടിനും നിങ്ങൾ ആൻസർ ചെയ്തില്ല. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാം ഒന്ന് ആഘോഷിച്ചിട്ട് ആസ്വദിച്ച് വരിക. അതെയാ, നമ്മളെ സ്റ്റാളുണ്ട് ഇടാം, ദേശീയ സമ്പാദ്യപതിയുടെ ഒരു സ്റ്റാളുണ്ട്, അവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, 2 പേര് മത്സരിച്ചു. ആദ്യത്തെ 2 പേർക്ക് സമ്മാനം കിട്ടിയില്ല. നമുക്ക് അടുത്ത ആളെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ 2ാമത്തെ കണ്ടസ്റ്റൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ആദ്യം പരിചയപ്പെട്ടിട്ട് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് സമ്മാനമൊക്കെ നേടാം. ഓക്കെ, സമ്മാനമൊക്കെ കൊടുക്കാം. പേര് പറയും. അൻസാർ മലപ്പട്ടം. ഹന ഫാത്തിമ TC. എന്ത് ചെയ്യുന്നു മോള്? ഞാനിപ്പോൾ 9th പാസ്സായിട്ടുണ്ട്. ഏതിനാ? 9th 9th പാസ്സായിരിക്കുകയാണ് അല്ലേ? ഓക്കെ. ഞാൻ ബിസിനസ്സാണ്. ഞാൻ ചെങ്കല് ബിസിനസ്. ഓക്കെ, എങ്ങനെയുണ്ട് ചെങ്കലിൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ? ബിസിനസ് ഇപ്പം ഡൗണാണ്, പാസ് കിട്ടാതുകൊണ്ടുള്ള ഡൗണാണ്. ആ, പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യ, പിന്നെ 3 മക്കളാണ്. എന്താ മറ്റു മക്കളെയൊന്നും കൂട്ടാതെ വന്നത്? അവരുണ്ട്. നമ്മൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും അവർക്ക് നമ്മൾ പിന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പല കാര്യങ്ങളും ഇവിടെ നേരിട്ട് ഫയർഫോഴ്സ് ആയാലും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഞാൻ ഇത് 2ാം പ്രാവശ്യമാണ് ഇവരെയും കൂട്ടിയിട്ട് വരുന്നത്. ഞാൻ അടിപൊളി. എന്തായാലും 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം നമ്മുടെ കാഴ്ചക്കാർക്ക് നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ? കുറേ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ പിന്നെ ആദ്യ വർഷത്തെ 1ാം വർഷ പിണറായി സർക്കാരിൻ്റെ എൻ്റെ മോളെ ചിത്രപ്രദർശനം ഇടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കാട്ടി 2 മടങ്ങാണ് ഈ പ്രാവശ്യത്തെ പരിപാടി പിണറായി സർക്കാരിൻ്റെ. ഇത് കാണേണ്ടത് തന്നെയാണ്. ഇത് നമ്മളെല്ലാം പല രീതിയിലും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മളെ കേരള സർക്കാരിൻ്റെ ഓരോ ഗുണങ്ങളും അത് മനസ്സിലാക്കാനുള്ള ഇതുമുണ്ട്. മോക്ക് എന്ത് ഫീൽ ചെയ്തു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഇവിടെ പങ്കെടുത്തതിന് എനിക്ക് നല്ല എല്ലാത്തിലും ഒന്നും കൂടിയും എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിന് ഇതിൽ വരാനും. അടിപൊളിയാണ്. നമ്മൾ നല്ല ചിത്രകാരിയാണല്ലേ? ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്ത് എത്ര സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്? ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എനിക്ക് നേടിയിന്. 28 oil pastel ഡ്രോയിങ്സ് വരച്ചിട്ട് പിന്നെ വലിയൊരു ഹ്യൂജ് പീക്കോക്ക് വരച്ചിട്ടാണ് ഞാൻ നേടിയത്. സൈസ് എത്രയായിരുന്നു പീക്കോക്കിൻ്റെ? ഏകദേശം ഒരു 4 ചാർട്ട് ഒട്ടിച്ചിട്ടാണ് വരച്ചത്. അടിപൊളി. ഓക്കെ, കണ്ടോ, വലിയ കലാകാരിയാട്ടോ. വലിയ ചിത്രകലയിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലേ, അതുപോലെ തന്നെ മറ്റൊരുപാട് അവാർഡുകളൊക്കെ നേടിയ വലിയ കലാകാരി കൂടിയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിജ്ഞാനപ്രദമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വിനോദം, അങ്ങനെ എല്ലാം കൂടി ഒരു സംയോജിപ്പിച്ചു കൊണ്ടുള്ളൊരു സ്റ്റോളാണ് ഈ ഒരു കണ്ണൂർ പോലീസ് മൈതാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കേരളം നമ്പർ 1 എന്ന ഒരു സ്റ്റോൾ. ഓക്കെ, നമുക്ക് ആദ്യം ചോദ്യം ചോദിക്കാം. ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്കിൽ നിന്നാണ്. ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് 2 സെഗ്മെൻറ്റാണ് ലഭിക്കുക. 2 അല്ല 3 സെഗ്മെൻറ്റ്. ആദ്യത്തെ സെഗ്മെൻറ്റ് എന്നത് നമ്മൾ പിന്നെ ഒരു ഫോട്ടോ കാണിക്കും, ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. 2ാമത്തെ സെഗ്മെൻറ്റ് നമുക്ക് സിനിമയും മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 3ാമത്തെ സെഗ്മെൻറ്റ് എന്നത് പിന്നെ ജനറൽ നോളജ്. പോയിക്കൂടെ? ആദ്യം ഞാൻ എൻ്റെ ഫോട്ടോ ഒന്ന് ക്യാമറ കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഇതാണ് ഗംഗാധരൻ ഡോക്ടർ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തു. ഡോക്ടർ ഗംഗാധരനാണ് ഇത്. അതായത് നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിൽ ലോകപ്രശസ്തനായ ക്യാൻസർ രോഗ വിദഗ്ധനാണ്. ഒരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ ക്യാൻസറൊക്കെ, മിന്നസെൻറ്റിനെ പോലെയുള്ള ഒരുപാട് വ്യക്തികളുടെ ക്യാൻസറൊക്കെ മാറ്റിയ വളരെ നന്മയുള്ള ഒരു ഡോക്ടറാണ് ഗംഗാധരൻ. ലേക്ക് ഷോർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റ് പറഞ്ഞു. അടുത്ത സെഗ്മെൻറ്റ് എന്നത് സിനിമയും അതുപോലെ പിന്നെ സംഗീതവും റിലേറ്റഡ് ആണ്. സിനിമ കാണാറുണ്ടോ? സിനിമ അത്യാവശ്യം ഇപ്പം അങ്ങനെ കാണില്ല. ചെറുപ്പകാലത്ത് ഇപ്പോൾ ടി വിയിൽ വരുന്ന ഇപ്പം ഇതെല്ലാം കൊണ്ട് സിനിമ കാണാൻ, ജീവിത സാഹചര്യമെല്ലാം കൊണ്ട് സിനിമ കാണാനുള്ള സമയമില്ല. ഞാനും ഉപ്പാനെ പറഞ്ഞ പോലെ അങ്ങനെ കാണലില്ല. ഏത് നടനെയാണ് അറിയാം?
മഞ്ജു വാര്യറിനെ നല്ലോണം നടി ഇഷ്ടം. മഞ്ജു വാര്യർ, ആ നടൻ നടനെ മോഹൻലാൽ. ഞാനും മഞ്ജു വാര്യരെ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളെ കണ്ണൂർക്കാരിയല്ലേ. കണ്ണൂർക്കാരിയായതുകൊണ്ട് മാത്രമാണോ മഞ്ജു വാര്യർ ഇഷ്ടം? അല്ല, മഞ്ജു പൊതുവേ നല്ല ആക്ടറായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നു. നടൻ മമ്മൂട്ടിയാണ്. ഓക്കെ, മമ്മൂട്ടിയുടെ ഏത് പടം അവസാനമായി കണ്ടത്? മമ്മൂട്ടിൻ്റെ ഇപ്പം ഞാൻ അങ്ങനെ പടം പൊതുവേ അങ്ങനെ അത്യാവശ്യം നമ്മൾ മൊബൈലിൽ കൂടെ ഇതാ കാണുന്നതേ ഉള്ളൂ. അത്യാവശ്യം അങ്ങനെ കാണൽ കുറവാണ്, എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. മികച്ച സംവിധാനം, മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച നടി, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിന്നെ അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ സിനിമയിൽ അച്ചീവ്മെൻറ്റിന് വേണ്ടി നമ്മൾ അവാർഡുകൾ നൽകാറുണ്ട് അല്ലേ? മലയാള സിനിമയിൽ ആദ്യമായി സംവിധാനത്തിൽ അവാർഡ് നേടിയ വനിതാ സംവിധായിക ആര്? അറിയില്ല. അറിയില്ല. അറിയില്ല, നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇല്ല, അറിയില്ല. അറിയാതെ കാര്യങ്ങളൊന്നും ഇല്ല. ആലോചിച്ചാലേ കിട്ടും. ഇല്ല, ആലോചിക്കാനില്ല. ഇങ്ങനെ നമ്മൾ ഇല്ലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ എന്തായാലും ഒന്ന് ആൻസർ ചെയ്തു. സോ നമുക്ക് 3 ക്വസ്റ്റ്യനിലേക്ക്, അതായത് മൂന്നാമത്തെ ലെവലിലേക്ക് പോകണം. മൂന്നാമത്തെ ലെവൽ എന്നത് ജനറൽ നോളജാണ്. ഓക്കെ, ജനറൽ നോളജ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമല്ലോ അല്ലേ? അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ മകള് നല്ല ചിത്രകാരിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അത് സമൂഹത്തേക്ക് നന്നായിട്ട് വീക്ഷിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാം. നമുക്ക് ഒരുപാട് നദികളുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ. ഇന്ത്യയിൽ ഒരുപാട് നദികളുണ്ട്. അങ്ങനെ നദികൾ ഓരോന്നും ഓരോരോ വളരെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നദിയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനൊക്കെ ആയിട്ട് പ്രശ്നമല്ലേ, ഒക്കെ പിന്നെ ആ കരാറൊക്കെ നിർത്തിവെച്ച ഇപ്പോൾ അടുത്ത ദിവസങ്ങളാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യനാണ്, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധു. സിന്ധു അല്ല, ഗംഗ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി അറിയില്ല, ആലോചിച്ച കാര്യമില്ല. സിന്ധു അറിയില്ല. അറിയില്ല. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് വളരെ സന്തോഷം മോളെ, വളരെ സന്തോഷം. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ പിന്നെ എപ്പിസോഡിലെ വേറെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഞങ്ങൾ പ്രേക്ഷകരുടെ ഔപചാരികതയ്ക്കൊന്ന് പരിചയപ്പെട്ടു, എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, പേര് പറയും. മുരളി. മഹിജ. ഓക്കെ, എവിടെയാണ് സ്വദേശം? മുഴപ്പിലങ്ങാട്. ഇത് മുരളിയേട്ടൻ. ഇനി ഞാൻ കൂടുതലായിട്ട് പറയാം. മുരളിയേട്ടൻ എന്നത് നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള പോലീസിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയറാണ്. ഗോൾ കീപ്പർ. ഒരുപാട് കേരള പോലീസിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, സ്പോർട്സ് മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് മുഴപ്പിലങ്ങാടുകാരനായ മുരളിയേട്ടനാണ്. അതോടൊപ്പം മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ നയിച്ച മിഥുൻ്റെ അച്ഛൻ കൂടിയാണ്. ഇപ്പോഴും മിഥുൻ സജീവമായിട്ട് നമ്മുടെ പിന്നെ ഫുട്ബോൾ മേഖലയിലുണ്ട്. സന്തോഷ് ട്രോഫിയിലാണ് മിഥുൻ അവസാനമായിട്ട് ക്യാപ്റ്റൻസി അണിഞ്ഞത് അല്ലേ? ഓക്കെ, ഇപ്പോഴേതിലാണ് ചെയ്യുന്നത് മിഥുൻ? ഇപ്പോൾ SBI അല്ലേ? ഓക്കെ, അമ്മയുടെ പേര് മഹിജ. അമ്മ എന്താ ചെയ്യുന്നുണ്ടോ? ടീച്ചറായിരുന്നു, റിട്ടയർഡായി. മുഴപ്പിലങ്ങാട് ഹൈസ്കൂൾ, മാത്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേരളത്തിൽ അറിയപ്പെട്ടൊരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ അച്ഛൻ കൂടിയാണ്. അപ്പോൾ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിലാണ്. കണ്ണൂർ വിഷൻ സംപ്രേഷണം ചെയ്യുന്ന ടിക്ടോക്കാണ്. ആദ്യം ഞാൻ ഒരു ഇമേജ് കാണിച്ചു തരും. ഇമേജിൽ ആരാണെന്ന് പറയണം. ആഫ്റ്റർ ദാറ്റ് പിന്നെ രണ്ടാമത്തെ സെഗ്മെൻറ്റ് സിനിമയും മ്യൂസിക്കും റിലേറ്റഡ് ആണ്. ഈ രണ്ടും നിങ്ങൾ ആൻസർ ചെയ്താൽ ആദ്യം സമ്മാനം തരും. ഈ രണ്ടിലും നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിൽ ഔട്ടാവും. ഒന്നിൽ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് അവസാനത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജ് വരെ പോകേണ്ടി വരും. ഓക്കെ, ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. വളരെ എല്ലാവരും പറയുന്ന ഒരു, പക്ഷെ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് മുരളിയേട്ടൻ ഇത് പറയുന്നുള്ള ഉറപ്പുണ്ട്. ഓക്കെ, ആരാന്ന് പറയാം? ഡോക്ടറാണ്. എക്സാക്ട്. പേര് എത്ര
ക്യാൻസറിനെല്ലാം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. ലോകപ്രശസ്തനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്, ബേസിക്കലി ഫ്രം എറണാകുളം. ഇനി ഒരു ക്ലൂ കൂടി തരാം, ലേക്ക് ഷോർ ഹോസ്പിറ്റലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. കേരളത്തിലെ അല്ല, ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രമുഖരുടെയൊക്കെ ക്യാൻസർ രോഗം മാറ്റിയെടുത്ത ഒരുപാട് ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ പേര് ഓർമ്മ കിട്ടുന്നില്ല. പേരാണ് എനിക്ക് വേണ്ടതും. പേരാണ് എനിക്ക് വേണ്ടതും. ഓക്കെ, അപ്പോൾ മുരളിയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാം കൃത്യമായിരുന്നു. പക്ഷേ പേര് എനിക്ക് വേണ്ടത് പേരായിരുന്നു. അപ്പോൾ പേര് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പേര് പറയാതെ സമ്മാനവും തരാൻ പറ്റില്ല. ഓക്കെ, അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെൻറ്റ് എന്നത് സിനിമയും അതുപോലെ തന്നെ മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടാണ്. സിനിമ കാണാറുണ്ടോ? ചെറിയ സിനിമ കാണില്ല, മ്യൂസിക് കേൾക്കില്ല, സിനിമ തീരെ കാണാറില്ല. എന്താ സിനിമയുടെ ഇത്ര വെറുപ്പ്? വെറുപ്പൊന്നുമില്ല, ഒരു 3 മണിക്കൂർ വെറുതെ ആണ് പോയിരിക്കേണ്ട ഒരു വിഷമം. അതൊരു മൈൻഡ് ഒരു റിഫ്രഷ്മെൻ്റ് കൂടിയല്ലേ? ആ റിഫ്രഷ്മെൻറ്റ് ഞാൻ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് ഫുട്ബോൾ കളി കാണാനും അതിനകത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ റിട്ടയർഡ് ലൈഫിന് ശേഷം സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഫുട്ബോൾ കോച്ചിങ് നടക്കുന്നുണ്ട്. നമ്മൾ കച്ചേരിമട്ട ഗ്രൗണ്ടിൽ ഒരു 10-60 കുട്ടികളുണ്ട്. പിന്നെ ഒരാളുടെ കടമ്പൂർ സ്കൂളിൽ കുറച്ച് കുട്ടികളുണ്ടാവും. ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും സജീവമാണ്. ഓരോ വെറ്ററൻസ് ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്നുണ്ട്. വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. വായന, പുസ്തകങ്ങൾ, ലൈബ്രറി. സിനിമ കുറവാണ്. എന്താ രണ്ടുപേർക്ക് സിനിമയുടെ, നമ്മളൊക്കെ സിനിമക്കാരാണ്, മനസ്സിലായി. സിനിമയോട് ഇത്ര വെറുപ്പ്? കളി പോലെ തന്നെ ഒരു മനസ്സിൽ സന്തോഷം തരുന്നല്ലേ? കിട്ടുന്നില്ല, അതുകൊണ്ടാണ് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അല്ല, ഇതേ സെഗ്മെന്റാണ് 1.5 മണിക്കൂർ കളിയിലും. കളിയാണ് നമുക്ക് കൂടുതൽ താല്പര്യമുള്ളതിനാണ് ഞങ്ങൾ സമയം കണ്ടെത്തുക. അപ്പോൾ താല്പര്യം കുറഞ്ഞത് കൊണ്ടാണ് സിനിമ കാണാൻ അത്ര പോകാത്തത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരുപാട് സിനിമയിൽ ഒരുപാട് അവാർഡുകളുണ്ട് അല്ലേ? മികച്ച സിനിമ, മികച്ച നടൻ, നടി, സംവിധായകൻ, മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ ഒരുപാട് അവാർഡുകൾ നമ്മുടെ സിനിമ ലോകത്തിനുണ്ട്. അത് ഹിന്ദി സിനിമ ആയിക്കോട്ടെ, മലയാളം സിനിമ, എനി ടൈപ്പ് ഓഫ് എനി ലാംഗ്വേജസ് അല്ലേ? അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, മലയാളത്തിൽ ആദ്യമായിട്ട് മികച്ച സംവിധായകക്ക്, അതായത് ലേഡിക്ക് അവാർഡ് ലഭിച്ച മലയാളത്തിലെ സംവിധായകയുടെ പേര് അറിയോ? ഒരു ലേഡി വനിതാ സംവിധായകയാണ് ആദ്യത്തെ മികച്ച വനിതാ സംവിധായക. സിനിമയിൽ തീരെ വിവരമില്ല കേട്ടോ. ഓക്കെ, എനിവേ അടുത്തു. അപ്പോൾ എനിവേ കണ്ടതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് വലിയ നേട്ടങ്ങളൊക്കെ നമ്മുടെ ഫുട്ബോൾ ലോകത്തിന് നമ്മുടെ മാതൃകയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ആവാൻ, ഒരുപാട് ഗണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് പേര് വരുന്നുകൊണ്ടിരിക്കുന്ന 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാളാണ് കണ്ണൂർ പോലീസ് മൈതാനിലാണ്. നമ്മുടെ ഒരുപാട് കണ്ടസ്റ്റൻ്റിന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലപ്പുറത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല സ്റ്റാൾസൊക്കെയാണ് ഇതിവിടെ ഉള്ളത്. വിനോദവും വിജ്ഞാനം അതുപോലെ തന്നെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാളാണ് ഇന്ന് എൻ്റെ കേരളം നമ്പർ 1 എന്ന പോലീസ് മൈതാനിലുള്ള സ്റ്റാള്. ഒരുപാട് പേര് ഇന്ന് പ്രധാനപ്പെട്ട ദിവസം, ഇന്ന് അവസാനത്തെ ദിവസമാണ്. നല്ല കലാപരിപാടികളുണ്ട്. ഇന്ന് പന്തളം ബാലൻ്റെ ഗാനമേളയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്കിലും എനിക്ക് വൈൻഡപ്പ് ചെയ്യണം. ഇറ്റ്സ് ടൈം ടു വൈൻഡപ്പ് ഹിയർ. ഇറ്റ്സ് മീ അനിലേഷ് ആർഷ.